രക്ഷയുടെ പാതയിൽ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാരും ഉണ്ടോ? അയ്യോ, പിള്ളേരെ ഒന്നും കാണുന്നില്ലല്ലോ. എവിടെ എവിടെ എവിടെ? ഓടിവാ, ഓടി ഓടി ഓടിവാ. ഓക്കെ 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 ഓക്കെ, പതുക്കെ പതുക്കെ. ഓക്കെ. അയ്യോ ടോണിക്കുട്ടാ, ടെക്സ്റ്റ് ബുക്ക് എടുക്കാൻ മറന്നുപോയി. എടുത്തേ, വേഗം കൊടുത്തണോ. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും കയ്യില് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഓക്കെ. അന്നമ്മോ, അതെന്താ വായില്? മിഠായിയാ? ഞാൻ കണ്ടുട്ടോ. ഓക്കെ, അപ്പൊ എന്തിനാ വന്നേ? TV കാണാൻ വന്നാ? മൊബൈല് കൈ കിട്ടൂല്ലോ എന്നോർത്തോണ്ട് ഓടി വന്നല്ലേ? അയ്യോ അല്ല ടീച്ചറെ, വേദപാഠം പഠിച്ചാനും വന്നതാ. ആണോ? അതെല്ലേ? അയ്യോ, സുന്ദരന്മാരും സുന്ദരികളും അല്ലേ? ഓക്കേ, അപ്പൊ ഇന്ന് നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാ. യോ, കഴിഞ്ഞ 2 ആഴ്ചക്കാലങ്ങളിലായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചോണ്ടിരുന്നത് എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ പാഠത്തിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചേ? എല്ലാവരും എല്ലാം ചെയ്തല്ലേ? എനിക്കറിയാവുന്ന എല്ലാ കുട്ടികളും നല്ല കുട്ടികളാ. കാരണം എന്നാ, ഈശോയുടെ സുന്ദരന്മാരും സുന്ദരികളുമാ. അപ്പൊ ടീച്ചറൊന്ന് വിളിക്കട്ടെ? എന്തോന്ന് വിളി കേക്കണേ? ഈശോയുടെ കുഞ്ഞുമക്കളെ. എനിക്ക് കേക്കത്തില്ലല്ലോ അന്നേ. ആ കേട്ടു. എന്ത് രസ, എന്ത് ഭംഗിയാ കാണാന് അല്ലേ? സുന്ദരന്മാരാട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് തുടങ്ങാം. നമുക്ക് എങ്ങനെ ക്ലാസ് തുടങ്ങുന്നേ? ആ കൈകൂപ്പി കണ്ണടച്ച് പിടിച്ച് നമ്മള് പ്രാർത്ഥിക്കുക അല്ലേ? നമ്മൾ പഠിക്കുന്ന പാഠം ഏതാണ്? ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആ ജനതയെ കുറിച്ചുള്ള പാഠമാണ്. അപ്പം ആത്മാവ് എന്താണ്? ടീച്ചറെ, ഈശോ മരിച്ചു ഉയർത്തതിന് ശേഷം സ്വർഗത്തിലേക്ക് പോയേ. അപ്പൊ ശിഷ്യന്മാരോട് പറഞ്ഞേ, ഞാൻ നിങ്ങളെ തനിച്ച് വിടത്തില്ല, നിങ്ങൾക്കൊരു കൂട്ടുകാരനെ തന്നേക്കാം, അവൻ വരുമ്പോ നിങ്ങൾ ശക്തി പ്രാപിക്കൂന്ന് പറഞ്ഞായിരുന്നു. അതല്ലേ ടീച്ചറെ? അത് തന്നെ. അതാരായിരുന്നു? അത് തന്നെ, പരിശുദ്ധാത്മാവ്. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോട് പറയാം, പരിശുദ്ധാത്മാവ്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒന്നും അറിയത്തില്ലെന്നേ. നമുക്കൊന്ന് ചോദിച്ചാലോ? അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഈശോ ഇതെല്ലാം ആവശ്യപ്പെടാനും നമുക്ക് എളുപ്പമാകാനും വേണ്ടി ഈശോ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അതേതാന്നേ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. എല്ലാവർക്കും കൂടി ചെല്ലാം. എങ്ങനെ ചെല്ലണ്ട? സ്വർഗസ്ഥനായ പിതാവ്, സർവസ്നായ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ നാം പൂജയാണ്. അങ്ങനെയാണോ? അങ്ങനെ ചെല്ലരുത് കേട്ടോ. നിർത്തി ചെല്ലണം. കൈകൂപ്പി കണ്ണടച്ച് പിടിച്ചോ. എന്നിട്ട് ഒത്തിരി സ്നേഹത്തോടെ വിളിച്ചേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. ഈ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നുള്ളത് എന്താണെന്നറിയാവോ? ത്രിത്വ സ്തുതിയാ. ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥനയാ അത്. അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ എന്നെ ചെയ്യുന്ന അന്നറിയാവോ? രാവിലെ എഴുന്നേൽക്കുന്നത് എന്ത് ചെയ്യണം? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. അതിങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണം. അപ്പൊ സ്വർഗത്തിലിരിക്കുന്ന പരിശുദ്ധ ത്രിത്വം എന്ത് ചെയ്യുന്നറിയാവോ? നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ചുറ്റുമുള്ളവരെയും തൻ്റെ വലിയ സംരക്ഷണ വലയത്തിനുള്ളിൽ പൊതിഞ്ഞു സൂക്ഷിച്ചോളും. അല്ലാതെ നമ്മൾ ഈ മാസ്കും ഈ സാനിറ്റൈസറും ഒക്കെ ഉപയോഗിക്കുന്നോണ്ടാണോ നമ്മളിൽ ആർക്കും കൊറോണ വരാത്തത്? ആണെന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങള്? എത്രയോ പേരാണ്, എത്ര ഡോക്ടേഴ്സ്, നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാര്, സിസ്റ്റേഴ്സ്, അവരൊക്കെ അവര് നഷ്ടപ്പെട്ടതല്ല, അവര് തിരിച്ചു പോയത് അവരുടെ വീട്ടിലേക്ക് അല്ലേ? നമ്മുടെ സ്വർഗീയ പിതാവ് പറയും, തോമാച്ചാ ഇങ്ങ് പോരൂട്ടോ, എന്നിട്ട് ആയി എന്ന് പറയുമ്പോ തോമാച്ചൻ പോണം അല്ലേ? അപ്പം നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്?
ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നുള്ള പ്രാർത്ഥന നിങ്ങൾ എപ്പോഴും ചെല്ലണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചെല്ലിക്കൂ, അത് നല്ലൊരു മരുന്നാ. അപ്പൊ നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടന്നാലോ? നമ്മുടെ പാഠത്തിന്റെ പേരെന്താണ്? ആരോ അവിടെ പറയുന്നുണ്ട്, ആ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ജനം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ശക്തിയാ. നമുക്ക് സന്തോഷമാണ്, നമുക്ക് ആത്മശക്തി കിട്ടും, നല്ല ദൈവഭയം കിട്ടും. ദൈവഭയം എന്ന് പറഞ്ഞപ്പോൾ ആ ടീച്ചർ ഓർത്തെ, ഈ മമ്മിമാരും ചേട്ടായിമാരും ചേച്ചിമാരും ഒക്കെ ഈ കുഞ്ഞുമക്കളെ പേടിപ്പിക്കുന്നത് എന്നാന്നറിയാവോ? എടാ അനുസരണകട കാണിച്ചാലുണ്ടല്ലോ ദൈവം നല്ല തല്ല് തരൂ കേട്ടോ, ഈശോ നല്ല തല്ല് തരൂ കേട്ടോ. ചുമ്മാ പറയുന്ന. നമ്മുടെ ഈശോ നമ്മളെ തല്ലുവോ? ഇല്ലടാ ചക്കരേ, നമ്മുടെ ഈശോ നമ്മളെ തല്ലത്തില്ല, നമ്മളോട് നല്ല സ്നേഹമാ. അപ്പൊ അതുകൊണ്ട് ഇനി ഏതെങ്കിലും പപ്പമാരോ മമ്മിമാരോ പറയുവാ നിങ്ങളെ ഈശോ തല്ലൂട്ടോ, കള്ളം പറഞ്ഞ ഈശോ തല്ലൂട്ടോ എന്ന് പറഞ്ഞാൽ പറയണം, മമ്മി എന്നെ ഈശോ കള്ളം പറഞ്ഞ തല്ലുള്ള. പക്ഷെ ഉണ്ടല്ലോ, ഞാൻ കള്ളം പറയുമ്പോഴും ഞാൻ അനുസരണക്കേട് കാണിക്കുമ്പോഴും ഉണ്ടല്ലോ എൻ്റെ ഈശോയ്ക്ക് സങ്കടം വരും, ഈശോ കരയും. അല്ലാതെ ഈശോ എന്നെ തല്ലുമൊന്നുമില്ല, എനിക്കറിയാലോ, എൻ്റെ ടീച്ചർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. ഇനി നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞു കേട്ടോ. ഈശോയ്ക്ക് സങ്കടം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് അനുസരണയുള്ളവരായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈശോ പിതാവിനെ അനുസരിച്ചത് കൊണ്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. ഈശോ പറയുന്നുണ്ട്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന്. ഈശോയ്ക്ക് അറിയാമായിരുന്നു ഞാൻ വന്ന് പിറക്കാൻ പോകുന്ന ഒരു കാലിത്തൊഴുത്തിലാണെന്നും, ഞാനൊരു തച്ചൻ്റെയും ഒരു തുന്നൽക്കാരിയുടെയും മകനായിട്ട് 30 വർഷം വരെ ഞാൻ അടങ്ങി ഒതുങ്ങി അവർക്ക് കീഴ്വഴങ്ങി ജീവിക്കണമെന്നും ഈശോയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ഈ 30 വയസ്സിന് ശേഷം പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഞാൻ വളരെയേറെ പീഡകൾ സഹിക്കണമെന്നും, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടണമെന്നും, തുപ്പലേക്കണമെന്നും, അടികൊള്ളണമെന്നും, കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കണമെന്നും, അവസാനത്തെ രക്തം ചിന്തി ഈ ലോകത്തെ രക്ഷപ്പെടുത്തണമെന്നും നമ്മുടെ ഈശോയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമായിരുന്നു. എന്തിനു വേണ്ടിയാ ഈശോ ഇത്രയൊക്കെ കഷ്ടപ്പാട് സഹിച്ചത്? ടീച്ചർ എപ്പോഴും ഓർക്കാറുണ്ട്, ഒരു 2-3 തല്ലൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് പറയായിരുന്നു, എൻ്റെ പൊന്നു പിതാവേ എനിക്ക് പറ്റത്തില്ല, ഇത്രയൊക്കെ മതി. നമ്മളൊക്കെ പറയുന്നത് അങ്ങനെയാ. ഇച്ചിരി എന്തെങ്കിലും വിഷമമൊക്കെ കഴിയുമ്പോഴത്തേനും നമ്മൾ എന്താ പറയണത്, എൻ്റെ പൊന്നോ മടുത്തു, ഞാൻ ആർക്കും എന്നോട് ഇഷ്ടമില്ല എന്നൊക്കെ നമ്മൾ പരാതി പറയുന്നുണ്ടല്ലേ. പക്ഷേ ഉണ്ടല്ലോ, ഈശോയോടൊന്ന് ചോദിച്ചു നോക്കിക്കേ. അപ്പൊ ഈശോ പറയും, എടാ നല്ല വേദന ഉണ്ടായിരുന്നു അടിക്കൊക്കെ കേട്ടോ, ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഉണ്ടല്ലോ അവസാനം ആയപ്പോഴത്തേനും ഉണ്ടല്ലോ, എനിക്ക് നിന്റെ മുഖമായിരുന്നു എൻ്റെ മനസ്സിൽ. നിന്റെ മുഖം ഇങ്ങനെ, നിന്റെ കരയുന്ന കണ്ണുകളും ആ കണ്ണീരൊലിപ്പിക്കുന്ന മുഖമൊക്കെ ഓർത്തപ്പോൾ ഞാൻ പിന്നെ എൻ്റെ വേദന ഒന്നും അറിഞ്ഞില്ലടാ കൊച്ചേ എന്ന് പറഞ്ഞ് നമ്മൾ ഈശോ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് പറഞ്ഞു വന്നത് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജനത എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ശക്തി കിട്ടും. ടീച്ചർ പറഞ്ഞായിരുന്നു, ഈ പത്രോസ് അടങ്ങുന്ന നമ്മുടെ അപ്പസ്തോലന്മാര് ഭീരുക്കളായിരുന്നു എന്ന്. ഈശോയെ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി പിടിച്ചോണ്ട് പോയപ്പോൾ ഈശോയെ ഇട്ടിട്ട് ഓടി ഒളിച്ചവരാണ് അവര്. ഭയന്നിട്ടാണ്. കാരണം എന്നാന്ന്, പരിശുദ്ധാത്മാവില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം നമ്മുടെ ഈ പത്രോസ്ലിഹ എന്താ ചെയ്തെന്നറിയാവോ? റോമിൽ വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു. കുരിശിൽ തറച്ചാണ് കൊല്ലാൻ വിധി വന്നത്. അപ്പം പത്രോസ്ലിഹ പറഞ്ഞു, അതെ അവിടെ നിന്നേ, ഞാനിങ്ങനെ നേരെ കിടന്ന് കുരിശിൽ കിടക്കുന്നില്ല. എൻ്റെ ഗുരു കിടന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവോ? അതങ്ങനെയാണ് കിടന്നേ. അത്രയും അങ്ങോട്ട് നേരെ കിടക്കാൻ എനിക്ക് ഇപ്പം മനസ്സില്ല. എന്നെ തലകീഴായിട്ട് കുരിശിൽ തറച്ചോളാൻ പറഞ്ഞു. അപ്പം അത്രയേറെ ധൈര്യം വന്നത് പരിശുദ്ധാത്മാവ് പത്രോസ്ലിഹായുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ്. അങ്ങനെ ഓരോ ശിഷ്യന്മാരും, നമ്മുടെ പാഠപുസ്തകത്തിൽ നമ്മളെ ആദ്യം പരിചയപ്പെടുത്തുന്ന നമ്മുടെ ആദ്യത്തെ രക്തസാക്ഷിയാണ് എസ്തഫാനോസ്. എസ്തഫാനോസ് വളരെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അവൻ നല്ല ധീരമായിട്ട് ഈ ജെറുസലേമിന്റെ തെരുവീതികളിൽ കൂടി നടന്ന് പറഞ്ഞു, യേശു കർത്താവാണ്. നിങ്ങൾ എല്ലാവരും കൂടി അവനെ കുരിശിൽ തറച്ച് കൊന്നില്ലേ? കൊന്നിട്ട് എന്ത് സംഭവിച്ചു? അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റില്ലേ? അങ്ങനെ ധീരമായിട്ട് ശക്തമായിട്ട് ഭയമില്ലാതെ സാക്ഷ്യം നൽകിയവരാണ് ആര്? രക്തസാക്ഷികള്. കൊല്ലാൻ വന്നവരോട് പറഞ്ഞു, കൊന്നോടാ, ഈ ഇത്തിരിക്കില്ലാത്ത ജീവൻ അങ്ങ് പോകുന്നെങ്കിൽ പോട്ടെ, പക്ഷേ ഞങ്ങൾക്ക് കിട്ടാനിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഞങ്ങളുടെ കർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള സന്തോഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതൊക്കെ എത്ര നിസ്സാരം.
ടീച്ചറിന് ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനുണ്ട്, വിശുദ്ധ ലോറൻസ്. അദ്ദേഹത്തെ എന്നാ ചെയ്തെന്നറിയാവോ? അന്നത്തെ ഭരണകർത്താവ് ഒരു മാർപ്പാപ്പയുടെ സഹവാസിയായിരുന്നു. അപ്പം മാർപ്പാപ്പയെ അവര് പിടിച്ചോണ്ട് പോയി, ചക്രവർത്തി പിടിച്ചോണ്ട് പോയി. അപ്പോൾ ലോറൻസ് ചോദിച്ചു, അയ്യോ പിതാവ് ഞാനും കൂടെ വരട്ടെ എന്നേ, എനിക്ക് പിതാവില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, നീ വിഷമിക്കണ്ട, 2-3 ദിവസം കഴിയുമ്പോൾ നീ എൻ്റെ കൂടെ വന്നോളൂ. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ രാജാവ് പറഞ്ഞു, അതെ, കത്തോലിക്ക സഭയ്ക്ക് ഇഷ്ടം പോലെ സ്വത്തുക്കളുണ്ട്, അതെല്ലാം കണ്ടുകെട്ടാൻ വേണ്ടി വേഗം ലോറൻസിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ലോറൻസ് പറഞ്ഞു, ഓക്കെ, കത്തോലിക്ക സഭയിലുള്ള എല്ലാ സ്വത്തുക്കളും 2-3 ദിവസം തരണം കേട്ടോ, കാരണം ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വാരിപ്പെറുക്കി എടുക്കണ്ടേ, അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 ദിവസം തരണം കേട്ടോ രാജാവേ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് വലിയൊരു ശബ്ദം കേട്ടു, മഹാരാജാവേ. അപ്പോൾ രാജാവ് നോക്കിയപ്പോൾ ഇത് എന്താ പറ്റിയെന്നറിയാവോ? ആ നാട്ടിലുള്ള എല്ലാ കുഷ്ഠരോഗികളും പാവപ്പെട്ടവരും പിച്ചക്കാരും എല്ലാം വന്നിങ്ങനെ ആ രാജകൊട്ടാരത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഭടനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്താ ഇവിടെ? ചെന്നന്വേഷിക്കാൻ പറഞ്ഞു. ലോറൻസിനോട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കത്തോലിക്ക സഭയിലെ ഞാൻ കണ്ടുകെട്ടിയ കത്തോലിക്ക സഭയിലെ സ്വത്തുക്കളാണ് ഇതുവരെ, കത്തോലിക്ക സഭയുടെ സ്വത്തുക്കൾ ഇവരൊക്കെയാണ്. രാജാവ് ഇങ്ങനെ ദേഷ്യം കൊണ്ട് തളച്ചു. പറഞ്ഞു, എടുത്ത് പൊരിക്കടാന്ന് പറഞ്ഞു. അവനെ നല്ല തീയൊക്കെ കൂട്ടിയിട്ട് നല്ല ദോശക്കല്ല് പോലെ മുകളിലേക്ക് അങ്ങ് കയറ്റിക്കിടത്തി ഒരു വശം ഏകദേശം മുരിഞ്ഞു കഴിഞ്ഞപ്പോൾ ലോറൻസ് വിളിച്ച്, അതെ രാജാവേ, ഒന്നിങ്ങ് വരണം കേട്ടോ, ഒരു കാര്യം പറയാനുണ്ട്. അപ്പോൾ അവൻ വന്നു, എന്നാടാ? അടിവശം നന്നായിട്ട് പാകമായിട്ടുണ്ട് കേട്ടോ, എന്നെ തിരിച്ചു കിടത്തിക്കോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾക്കിപ്പോൾ എന്താ തോന്നുന്നേ? അതാണ് വിശ്വാസം, അതാണ് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ധൈര്യം. അപ്പം ഈ പാഠത്തില് ടീച്ചർ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത് ഏതാണെന്നറിയാവോ? പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിക്കുന്നത്. ഏതൊക്കെയായിരിക്കും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ? അറിയാവോ? അതിനുവേണ്ടി നമ്മുടെ പുസ്തകത്തിന്റെ അവസാനം ഒരു പാട്ട് കിടപ്പുണ്ട്. ആ പാട്ടൊന്ന് പഠിക്കണം കേട്ടോ. ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ഭക്തി, ദൈവഭയം, ആത്മശക്തിയുമേകി നിത്യം ഈശോ നമ്മെ നയിക്കുന്നു. ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ഭക്തി, ദൈവഭയം, ആത്മശക്തിയുമേകി നിത്യം റൂഹ നമ്മെ നയിക്കുന്നു. അപ്പം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഏതൊക്കെയാണ്? ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ആത്മശക്തി, ഇതൊക്കെയാണ് ആത്മസംയമനം, ഇതൊക്കെയാണ് ആലോചന, ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ. അപ്പൊ ഇന്നത്തെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പാട്ടാണിത് കേട്ടോ. അത് പഠിക്കുന്ന ട്യൂണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ടീച്ചറിന് അത്ര നന്നായിട്ട് അറിയത്തില്ല. അപ്പൊ അത് കേട്ട് അത് പഠിച്ച് ഏതൊക്കെയാണ്. ആദ്യത്തെ രക്തസാക്ഷി എന്നതായിരുന്നു എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു എന്ന് 2 ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ആഴ്ചത്തിലെ നിങ്ങളുടെ ഹോംവർക്ക്, രക്തസാക്ഷികൾ ആരാണ്? ആ ദൈവത്തിന് വേണ്ടി തന്റെ ജീവൻ ബലിയർപ്പിക്കുന്നവരാണ് രക്തസാക്ഷികൾ. ആദ്യത്തെ രക്തസാക്ഷി ആരായിരുന്നു? എസ്തഫാനോസ്. ഓക്കെ, മറന്നു പോകരുത്, അവരൊക്കെയാണ് വിശുദ്ധരായ രക്തസാക്ഷികൾ. അപ്പൊ ഈ 2 ഹോംവർക്കുകളും നിങ്ങൾ എഴുതി പഠിച്ച് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. പിന്നെ ടീച്ചർ പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ 7: ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന. അത് പഠിച്ച് കാണാതെ പഠിച്ചിട്ട് ആ പാട്ടങ്ങ് പഠിച്ചു, അതായിരിക്കും എളുപ്പം അല്ലേ? സുവിശേഷത്തിൻ സാക്ഷികളാകാൻ ഈശോ നമ്മെ വിളിക്കുന്നു. അതാ ട്യൂണ്. ആ ട്യൂണ് വെച്ച് പഠിച്ച്, ടീച്ചറിന് നന്നായിട്ട് അറിയത്തില്ല, നിങ്ങൾ അങ്ങ് പഠിച്ചോ കേട്ടോ. അപ്പൊ ആ പാട്ടൊക്കെ പഠിച്ച് ജ്ഞാനം, ബുദ്ധി, അറിവ് എന്നുള്ള പരിശുദ്ധാത്മാവിന്റെ 7 ദാനങ്ങൾ പഠിച്ച് ഈ പാട്ട് പഠിച്ച് ടീച്ചേഴ്സിന് വോയിസ് ക്ലിപ്പ് എടുത്ത് എല്ലാവരും അയച്ചു കൊടുക്കുക. റെഡിയല്ലേ? യെസ്. അപ്പൊ നമുക്ക് നിർത്താം. പരിശുദ്ധാത്മാവിനോട് ഈശോയുടെ ഒക്കെ സ്നേഹം വന്നില്ലേ ഇപ്പൊ? അപ്പൊ എല്ലാരും ഒന്ന് കണ്ണൊക്കെ അടച്ചേ. ഈശോയെ, ഇന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുട്ടോ. എനിക്കറിയില്ലായിരുന്നു ഈശോയെ ഇതൊന്നും. എനിക്കും ഒരു രക്തസാക്ഷിയാകണം. എല്ലാ മക്കളും ആഗ്രഹിച്ചേ എനിക്കൊരു വിശുദ്ധനാകണം, എനിക്കൊരു രക്തസാക്ഷിയാകണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയും ദാനങ്ങളും ഞങ്ങൾ ഓരോരുത്തരിലേക്കും തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.